കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട്. ഹാപ്പി. കണ്ടോ, എന്റെ പുതിയ ഗാഡ്ജറ്റ് റെഡി ആയിരിക്കുന്നു. നീ ഇതെന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? ഹോളി കളിക്കാനുള്ള പമ്പാണോ? പമ്പൊന്നും അല്ലടാ, മെമ്മറി റീസ് ചെയ്യാനുള്ള ഗാഡ്ജറ്റാ. ഞാനിത് ആദ്യമേലാണ് ട്രൈ ചെയ്യുന്നത്. അയാളുടെ മെമ്മറി കുറച്ചു നേരത്തേക്ക് എറേസ് ആയി പോകുന്നതാണ്. ഗപ്പു, നിനക്ക് തോന്നുന്നില്ലേ നീ ഇടയായിട്ട് കുറച്ച് അധികം തള്ളുന്നുണ്ടെന്ന്? നിങ്ങളെ വിശ്വസിക്കില്ല അല്ലേ? ഈ ഗാഡ്ജറ്റിന്റെ ഒരു ഡെമോ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ ഇത് ആടമേലെ ട്രൈ ചെയ്യും. ഇന്ന് വേൾഡ് ആർമി ഡേ ആണ്. ഇന്ന് എല്ലാവർക്കും ഞാൻ ആർമിയുടെ പരിശീലനം നൽകാൻ പോവുകയാണ്. മീശ വിരിച്ചിട്ട്. ഓ, ഇത് വല്ലാത്ത പൊല്ലപ്പായല്ലോ. പറ്റിയ അവസരം. അങ്കിളിൽ തന്നെ ഈ ഡെമോ നടത്തി നോക്കാം. അല്ല, ഞാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? കണ്ടോ, ഹാപ്പി അങ്കിളിന്റെ മീശ പിടിച്ചോണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്കിൾ അവനെ വഴക്ക് പറയാൻ ഇങ്ങോട്ട് വന്നേ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് സമ്മതിച്ചു ഗപ്പു. നിന്റെ ഈ മെമ്മറി റേസിംഗ് ഗാഡ്ജറ്റ് സത്യത്തില് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഞാൻ ഈ വെക്കേഷന് ഒരു സാധനം കണ്ടു. അങ്ങനെ ഒരു സാധനം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പാ എനിക്ക്. ഞാൻ കാട്ടിലൊരു ഡൈനോസറിനെ കണ്ടത്. ഇതൊക്കെ വെറും ചെറിയ കാര്യമല്ലേ? ഞാൻ കണ്ട കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അറിയാമോ, ഞാനൊരു UFO ലാൻഡ് ചെയ്യുന്നതായിട്ടാ കണ്ടേ. അതിന്റെ അകത്തുനിന്ന് ഒരു ഏലിയൻ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഡൈനോസർ, ഏലിയൻ, നിങ്ങൾ രണ്ടുപേരും കൂടെ തള്ളി മറിച്ചിട്ടോ ഈ സ്കൂള്. പിനാക്കി, നീ ഒരിക്കലും വിഭൂതി ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ലല്ലോ. പിന്നെ നിനക്ക് എങ്ങനെ അറിയാനാ ഈ ലോകത്ത് വേറെ എന്തൊക്കെ അത്ഭുതങ്ങളുണ്ടെന്ന്? സുഹേൽ നിന്നെ ക്ലീൻ ബൗൾഡ് ആക്കിയല്ലോടാ. ഇവര് വന്ന വിഭൂതി ഹൗസിൽ അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, രണ്ടുപേരും അപ്പൊ തന്നെ തല ഇറങ്ങി വീഴുന്ന ഉറപ്പാ. നീ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നേ? ഇവരെ രണ്ടുപേരും നമുക്ക് വിഭൂതി ഹൗസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭൂതങ്ങളുടെ കളികൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. എടാ, നീ എന്താ പറയുന്നത് ഹാപ്പി? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭൂത ഫാമിലിയുടെ ഐഡന്റിറ്റി എല്ലാവർക്കും മനസ്സിലാവില്ലേ? ചിൽ ബ്രോ, മെമ്മറി എറേസിംഗ് ഗാഡ്ജറ്റ് പിന്നെ എന്തിനാ? ഇവരെ ആദ്യം നമുക്ക് കൊണ്ട് ഭൂതങ്ങളുടെ ലോകമൊക്കെ ഒന്ന് കാണിക്കാം. പിന്നെ ഇവരുടെ മെമ്മറി എറേസ് ചെയ്തോണ്ട് ഇവരെ ശാന്തരാക്കി അങ്ങ് മാറ്റാം. ആരാ പറഞ്ഞു നിനക്ക് ബുദ്ധിയില്ലെന്ന്? നീ എന്താ പിന്നാക്കി ബുദ്ധിയുടെ കാര്യം പറഞ്ഞേ? നീ ആരോടെ സംസാരിച്ചിരിക്കുന്നേ? ഞാൻ നിങ്ങളോട് തന്നെ സംസാരിച്ചോണ്ടിരുന്നേ. എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. രണ്ടുപേരും എന്റെ കൂടെ വീട്ടിലേക്ക് വാ. അതിന് നിന്റെ വീട്ടിൽ എന്താ കാണാനുള്ള? അവിടെ ഒരു അത്ഭുത ലോകമുണ്ട്. അങ്ങനെ ഒരു ലോകത്തെ കുറിച്ച് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവിടെ എന്താ നോൺസെൻസ് ഉള്ളതെന്ന് എനിക്കും കൂടി ഒന്ന് കാണണം. സുഹേലി, നീ കേറി വാട. ഇനി എന്തൊക്കെ നീ ഇവിടെ കാണാൻ കിടക്കുന്നു വേറെ. ഇവിടെ എന്താ സംഭവിക്കുന്നേ? എനിക്ക് ഭയങ്കര പേടിയാവുന്നതാ. പക്ഷെ എനിക്കിതൊക്കെ കണ്ട് നല്ല സന്തോഷം വരുന്നേ. ഇറ്റ്സ് സോ ത്രില്ലിംഗ്. റിലാക്സ് ചെയ്യ് സുഹേൽ, നീ ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്ക്. ഈ ചെയർ എങ്ങനെ ഇവിടെ വന്ന്? പേടിച്ചിട്ട് എന്റെ തൊണ്ട വറ്റി പോകുന്നടാ. അത് ശരി, എന്നാ പിന്നെ നീ ഇത്തിരി വെള്ളം കുടിച്ചോന്നേ. ദാ വരുന്ന കണ്ടോ, നല്ല തണുത്ത വെള്ളം. കുടിക്ക് സുഹേൽ, നിന്റെ തൊണ്ട വരളുന്നില്ലേ? നടത്തിട്ട് വരാം. നിന്റെ വിഭൂതി ഹൗസിൽ എന്തൊക്കെയാ നടക്കുന്നത്? ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ ഞാൻ ഹൊറർ ഫിലിം മാത്രമേ കണ്ടിട്ടുള്ളൂ. എടാ
ഇനി മുന്നോട്ട് എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് കൂടെ കാണ്. ഇത് കൊള്ളാലോ കളി. ഐ ആം സോ ത്രില്ലിംഗ്. ഹാപ്പി ഇത് അവസാനം വലിയ പ്രശ്നമായി തീരില്ലല്ലോ അല്ലേ? പ്രശ്നോ? എടാ ഗപ്പുവിന്റെ ഗാഡ്ജറ്റ് നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെന്തിനാ ഈ പേടിക്കുന്നേ? അടുത്തതായിട്ട് സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെലോ ഡ്രാമ ക്വീൻ ഹീറോയിൻ. എല്ലാരും ഇതെവിടെ പോയി കിടക്കുവാ? ഇന്ന് എന്താ കഴിക്കാൻ ഉണ്ടാക്കട്ടെ പറ, വേഗം ആവട്ടെ. ഞാനിപ്പോ തുമ്മാൻ പോവാ. അത് കഴിഞ്ഞിട്ടല്ലേ ശരിക്കുള്ള കളി നടക്കാൻ പോകുന്നേ. ഈ തുമ്മുന്ന ശബ്ദം ഇപ്പൊ ഇത് എവിടുന്നാ വന്നേ? അയ്യോ അങ്ങനെ തന്നെ വിചാരിച്ചോ? അല്ല സുഹേൽ, നീ ഇതിനു മുമ്പ് ഇങ്ങനെ വല്ല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ടോ? ആരാ ഇവിടെ തുമ്മിയെ? ആന്റി, ഞാനാണ് തുമ്മിയത്. ഹാപ്പി, നിനക്കെന്താ ജലദോഷം പിടിച്ചോ? ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് തുളസിയും കുരുമുളകും ഇട്ട വെള്ളം തിളപ്പിച്ചോണ്ട് വരാം കേട്ടോ. പിനാക്കി, അപ്പൊ നീ ഭൂതങ്ങളുടെ കൂടെയാണോ താമസിക്കുന്നേ? എന്ത് രസമായിരിക്കല്ലേ ഇവിടെ. പിനാക്കി, നീ ഭൂതങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. നിനക്ക് പേടിയാവാറൊന്നുമില്ല. പേടിക്കാൻ പോകുന്ന നീയല്ലേടാ. അങ്ങോട്ട് കുടിച്ചേ, വേഗം കുടിക്കേ കുടിക്കേ. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. ജലദോഷം മാറ്റാൻ വേറൊരു മാർഗമില്ലായിരുന്നു എന്റെ പൊന്ന ആന്റി. ഉണ്ടല്ലോ. അവന്റെ തലമണ്ടത്തെ 360 ഡിഗ്രിയിലാ കറങ്ങിയിരിക്കുന്നേ. ഇറ്റ്സ് സോ ത്രില്ലിംഗ്. ഹാപ്പിയുടെ തല 360 ഡിഗ്രി കറങ്ങുന്ന കണ്ടിട്ട് എന്റെ തല ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുവാ. ഇനിയൊന്ന് പറഞ്ഞേ, നിങ്ങൾ ലോകത്ത് ഇവനെ പോലെ ഒരു അത്ഭുത മനുഷ്യനെ എങ്ങാനും കണ്ടിട്ടുണ്ടോ? ഞാൻ നോക്കുന്നു. ഇത് എവിടെ പോയി കിടക്കുക? എന്റെ സ്ക്രൂ ഡ്രൈവർ എവിടെ പോയി? എവിടെ വെച്ചൊന്നും ഒരു ഓർമ്മയില്ലല്ലോ. മനുഷ്യന്റെ കാര്യം വിട് പിനാക്കി. ഞാനിവിടെ സംസാരിക്കുന്ന നായ കണ്ടിട്ടേ ഇല്ല. ഇവിടെ എന്താണ് നടക്കുന്ന ഹാപ്പി? ആ കുട്ടികൾ നമ്മുടെ എല്ലാ ഭൂതത്തരങ്ങളും കണ്ടുപിടിച്ചല്ലോ. അപ്പൊ നമ്മുടെ സീക്രട്സ് ഈ ലോകം മുഴുവൻ മനസ്സിലാക്കാൻ പോകണോ? ഡോണ്ട് വറി അങ്കിൾ, ഗപ്പുവിന്റെ മെമ്മറി എറേസിംഗ് ഗാഡ്ജറ്റ് ഉണ്ടല്ലോ. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? നമുക്ക് എറേസ് ചെയ്ത് കളയാമല്ലോ അവരുടെ മെമ്മറി. മെമ്മറി എറേസിംഗോ? എന്ത് ചെയ്താലും പെട്ടെന്ന് ചെയ്യൂ. പോകാം പാർട്ട്ണർ. ഞങ്ങളിപ്പോ കണ്ടത് സത്യം തന്നെയാണോ? സ്വപ്നമൊന്നും അല്ലല്ലോ. റിലാക്സ് റിലാക്സ്, ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. പിനാക്കി, ഞങ്ങളെങ്ങനെ ഇവിടെ വന്നേ? നിങ്ങൾ ഈ ബുക്ക് വാങ്ങാനായിട്ട് വന്നതായിരുന്നില്ലേ? ഓ ശരിയാണല്ലോ പിനാക്കി. എന്നാ ഞങ്ങൾ ബുക്കോട്ടെ. ബൈ സുഹേൽ, ബൈ ഡിംബി, ബൈ. എല്ലാവരും പുറത്തേക്കുന്നു. അവരെല്ലാം പോയി. ഇന്ന് ഈ ഗാഡ്ജറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ രഹസ്യങ്ങൾ മറ്റാരും മനസ്സിലാക്കാതെ രക്ഷപ്പെട്ടത്. നിങ്ങളെല്ലാരും ഭൂതമായിരുന്നോ? ഈ സന്തു എവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ? അല്ല സന്തു, അങ്ങനൊന്നുമില്ല. ഞങ്ങളെല്ലാം മനുഷ്യരാ. ഗപ്പൂര് ഡോഗിയാന്നറിയില്ലേ? എന്റെ അടുത്തേക്ക് വരില്ലേ, എനിക്ക് പേടിയാ. പേടിയാ, അടുത്തേക്ക് വരരുത്. എനിക്ക് മനസ്സിലായടാ. ഞാൻ സ്കൂളിൽ പോയിട്ട് എല്ലാവരോടും പറയും പിനാക്കിയുടെ ഫാമിലി ഭൂതങ്ങളുടെ ഫാമിലിയാണെന്ന്, നിന്റെ ഒരു സ്കെൽട്ടൻ ഫാമിലിയാണെന്ന്. നമുക്ക് പുറത്തു പോകാൻ സാധിക്കില്ലല്ലോ. കാരണം വെള്ളം പറ്റി പോയാലല്ലേ നമുക്ക് നമ്മുടെ ശക്തി തിരിച്ചു കിട്ടൂ. പിനാക്കി, ഇനി നിനക്ക് മാത്രമാണ് നമ്മുടെ രഹസ്യങ്ങളായി സൂക്ഷിക്കാൻ സാധിക്കൂ. പിനാക്കി, ഇന്ന് ഈ ഗാഡ്ജറ്റിൽ 2 പോയിന്റ്സും കൂടെ ഉള്ളൂ ഫയർ ചെയ്യാൻ. അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ശരി, ഇന്ന് അവന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കണം. നിക്ക് സന്തു, എങ്ങോട്ട് ഓടിപ്പോയി അവൻ? ഇതാ പോകുന്നു. അവിടെ നിക്ക് സന്തു. അയ്യോ, ഇനി ഒരു പോയിന്റ് മാത്രമേ ബാക്കിയുള്ളല്ലോ. ഇനി എന്ത് ചെയ്യും? ഞാനിത് എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നു? ഞാൻ ഇയാടെ തലമുടി വെട്ടിയായിരുന്നല്ലേ. വാ ചേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ ചടപടാന്ന് വെട്ടിത്തരാമേ. ഇതെന്ത് പണിയാ ചെറുക്കാൻ നീ കാണിച്ചേ? ഞാൻ നിന്റെ അടുക്ക താടി പഠിക്കാനല്ലാതെ പറഞ്ഞ എന്തിനാണ് എന്നെ മൊട്ടത്തലയിലാക്കിയത്? അയ്യോ, നാളെ എന്റെ കല്യാണമാണ്.
നിങ്ങളൊക്കെ വലിയ ഭൂതങ്ങളാണല്ലേ ഈ പഴത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അയ്യോ അയ്യോ എന്റെ പഴങ്ങള് എന്റെ ഒന്നു വേണ്ടി ആരെങ്കിലും ഒന്ന് നിർത്തണേ, എന്നെ രക്ഷിക്കണേ. ധീരു സാറേ ഞാൻ പറയുന്നത് കേക്കണം സാറേ. Nothing to fear when happy is here. അയ്യോ ഞാൻ ഓടായിരുന്നല്ലോ പിന്നെ എങ്ങനെ പറക്കുന്നേ. നീ എങ്ങനെ ഇവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട മോനെ സന്തോ? സാർ അത് ഞാനത് ചുമ്മാ കളിച്ചു കിടക്കല്ലേ? എന്നാ ഈ പച്ചക്കറി പിടിച്ചിട്ട് എന്റെ പിന്നാലെ നടന്നു വാ. വരൂ. പറഞ്ഞു മനസ്സിലായില്ലടാ? നമ്മുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാതെ കഷ്ടിച്ച രക്ഷപ്പെട്ടെ. ഇനി സ്വസ്ഥമായിട്ട് നമുക്ക് തിരിച്ചു പോവല്ലോ.